നമസ്കാരം. കോലാലംപൂരിൽ ഒരു ശനിയാഴ്ച അക്ഷരാർത്ഥത്തിൽ ഒരു മാസ് എൻട്രി ആയിരുന്നു അത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യൻ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ആതിഥേയത്വം ഏറ്റെടുത്ത് സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയത് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. സാധാരണ നയതന്ത്ര ചടങ്ങുകളുടെ യാന്ത്രികതയെ മാറ്റിമറിച്ച ഈ ഊഷ്മളമായ സ്വീകരണം വരാനിരിക്കുന്ന ചരിത്രപരമായ നിമിഷങ്ങളുടെ സൂചന നൽകുകയായിരുന്നു. വെറുമൊരു ഔദ്യോഗിക സന്ദർശനമായിരുന്നില്ല ഇത്, മറിച്ച് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ച തന്ത്രപരമായ നീക്കങ്ങളുടെയും മെഗാ ഡീലുകളുടെയും ഒരു ഫെസ്റ്റിവൽ തന്നെയായിരുന്നു. 2 ദിവസത്തെ സന്ദർശനം ഇൻഡോ പസഫിക് മേഖലയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു മോദിയുടെ വാക്കുകൾ. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ഉറച്ച നിലപാട് അദ്ദേഹം അൻവർ ഇബ്രാഹിമുമായി പങ്കുവച്ചപ്പോൾ പരസ്പര സഹകരണത്തിന്റെ പുതിയ മാനങ്ങൾ തുറക്കുകയായിരുന്നു. വെറുതെ വാക്കുകളിൽ ഒതുങ്ങിയില്ല കാര്യങ്ങൾ. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജം, അർദ്ധചാലകം തുടങ്ങിയ അതിപ്രധാന മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും കൈകോർത്തു. സന്ദർശനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് അർദ്ധചാലക മേഖലയിലെ സഹകരണം ദൃഢമാക്കുന്നതിനുള്ള പ്രാഥമിക രൂപരേഖയുൾപ്പെടെ 11 നിർണായക ഉടമ്പടികളിൽ ഒപ്പുവച്ചു എന്നുള്ളതാണ്. ഇത് വെറും ഒരു പേപ്പർ വർക്കല്ല, മറിച്ച് സാങ്കേതിക വിദ്യയിലും വ്യവസായത്തിലും ഇരു രാജ്യങ്ങൾക്കും വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന ഒരു ഗെയിം ചേഞ്ചർ ഡീലാണ്. സാമ്പത്തിക രംഗത്ത് ഒരു വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കിക്കൊണ്ട് ഉഭയകക്ഷി വ്യാപാരത്തിന് ഇന്ത്യൻ രൂപയും മലേഷ്യൻ റിംഗിറ്റും പോലുള്ള പ്രാദേശിക കറൻസികൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളെ അൻവർ ഇബ്രാഹിം ഹൃദയം തുറന്ന് പ്രശംസിച്ചു. ഇത് ഡോളറിനെ ആശ്രയിക്കുന്നതിൽ നിന്നുള്ള ഒരു വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ മലേഷ്യയിൽ ഒരു ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സ്ഥാപിക്കുമെന്ന മോദിയുടെ പ്രഖ്യാപനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ ആഴം നൽകുന്ന ഒരു നീക്കം തന്നെയാണ്. ഡിജിറ്റൽ യുഗത്തിലെ പുതിയ ചുവടുവയ്പായി QR അടിസ്ഥാനമാക്കിയുള്ള പണമിടപാടിനായി NIPM-ഉം പേനറ്റും തമ്മിൽ ധാരണയായതും വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ഇത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കിടയിൽ പണമിടപാടുകൾ കൂടുതൽ ലളിതവും വേഗവുമാക്കാൻ സഹായിക്കും. അതേസമയം 1957 ആരംഭിച്ച ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഈ സന്ദർശനത്തിലൂടെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ച വെറുമൊരു നയതന്ത്ര സന്ദർശനമായിരുന്നില്ല, മറിച്ച് ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ ദിശാബോധം നൽകിയ ഒരു സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ടിന്റെ തുടക്കമായിരുന്നു. മോദിയും അൻവറും ചേർന്ന് കുറിച്ചത് വെറും ഉടമ്പടികളല്ല, ഭാവിയുടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ തിരക്കഥ തന്നെയാണ്. ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഈ സഖ്യം ഇൻഡോ പസഫിക്കിന്റെ മുഖച്ഛായ എങ്ങനെ മാറ്റുമെന്നാണ്.